നമ്മളിപ്പോൾ പോകുന്നത് ചക്കു കളിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടാണ്. ഇന്നൊരു മാച്ചുണ്ട് അവൻ്റെ പഴയ ക്ലബ്ബും അവരുടെ പുതിയ ക്ലബ്ബുമായിട്ട്. ടൂർണമെൻ്റാണ് ലീഗിൽ. അപ്പം അത് കാണാൻ വേണ്ടി പോവാം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കളിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നാണേലും അവന് ചെറിയൊരു പരിക്കുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പുഴു വഴി കിടന്നപ്പോൾ അതിനെ തട്ടി ഉള്ളിലോട്ട് പറയുന്നാലും ചവിട്ടി കൊല്ലായിരിക്കും. ഇങ്ങനെയുണ്ട്, പുല്ലിനകത്തോട്ട് അതിനെ വിട്ടു. നമ്മളാണ് ഇപ്പം ഷൂസ് വെച്ച് 2 ചവിട്ടി അരച്ച് കൊന്ന് നശിപ്പിച്ചതിനെ തന്നെ ആ പുഴുവിനെ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് പുള്ളി. മീൻസ് ഈ പുഴുക്കൾ നമ്മുടെ ലൈഫിൽ വേണ്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരത് ചെയ്തത്. പിന്നെ വേറൊരു വിഷയമുണ്ട് ഇവിടെ പെട്ടെന്ന് സാധനങ്ങൾ കേടാവും. ഇപ്പോൾ ആപ്പിള് അതുപോലെ മുന്തിരി ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് 2 ദിവസം, ഇത്രയും കൊടും തണുപ്പാണെങ്കിൽ പോലും മാക്സിമം 1 or 2 ഡേയ്സിൽ ഈവൻ ഭക്ഷണം പോലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ അത് ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടായി പോകും. അതായത് നെക്സ്റ്റ് ഡേ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് യൂസ് ചെയ്യാം, അനദർ ഡേ അത് അത് പോയി. അതിൻ്റെ അർത്ഥം ഇവിടെ മോസ്റ്റ്ലി ഈ ഓർഗാനിക് ഫുഡായിരിക്കും സപ്ലൈ. അതുകൊണ്ടാണ് അധികം കെമിക്കലോ വിഷമോ ഒന്നുമില്ലാത്ത വെജിറ്റബിൾസും അങ്ങനത്തെ സംഭവം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നും ഒത്തിരി ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് കേടാവും. അങ്ങനെ നടന്ന് ഞാൻ ആ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ഇതാണ് ചക്കുവിൻ്റെ ഒക്കെ യൂണിഫോം, ബ്ലാക്ക് കളർ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അറിയില്ല അവൻ കളിക്കുകയോ ഇല്ലയോ എന്ന്. റെഡിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഓടുന്നതാണ് ചക്കു. ഇന്ന് 2 കളിയുണ്ട്. അപ്പം അവന് ചെറിയൊരു പരിക്കുള്ളത് കൊണ്ട് നമ്മളവനെ അഡ്വൈസ് ചെയ്ത് കളിക്കണ്ടെന്നാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്രാവശ്യം അവൻ്റെ കളി കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ കളിക്കുക. ഇതാണ് ചക്കുവിൻ്റെ ടീം. അവിടെ ഒരു ഇന്ത്യൻ പയ്യനുണ്ട്, ഒരു മലയാളി, ആ കോർണറിൽ ഇപ്പം നിൽക്കുന്നു. ഇവൻ, അവൻ്റെ പേരെന്താ? ഇന്ദ്രജിത്ത്. ചക്കു ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്നില്ല ഇപ്പം, അതുകൊണ്ട് അവൻ യൂണിഫോം ഇട്ടിട്ടില്ല. റെഡ് കളർ ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ശരിക്കും ഞാനിപ്പോൾ നമ്മളെ ഉള്ളതുകൊണ്ട് വന്ന് കളിക്കുക. ഇതാണ് എതിർ ടീം, SV അൽത്താൻ. അതാണ് എതിർ ടീം. ഈ കളി നടക്കുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടുണ്ടല്ലോ ഒത്തിരി പ്ലേയേഴ്സ് ഇങ്ങനെ തെന്നി വീഴുന്നുണ്ട്. ഈ പുല്ലിനകത്ത് വെള്ളമുണ്ട്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. ആക്ച്വലി 3ാമത്തെ ഒരു ഗോളൂടെ കയറുണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ് തട്ടിപ്പോയി. ചക്കു അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി. ഇവർ 2-0 തോറ്റ് നിൽക്കുക.
ഇവനൊരു മലയാളി പയ്യന ഇന്ദ്രജിത്ത്. Hey, du hast gepfiffen? Ich hab überhaupt nicht gepfiffen. Was? Egal, Jungs, egal. ഇവനെന്താ കയറിയാണ് യെല്ലോ കാർഡ് കൊടുത്ത്? Das ist echt nicht. നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു മാറാൻ പറ്റുമോ, പുള്ളിക്കാരെ സമ്മതിച്ചില്ലായിരുന്നു മാറാൻ പറ്റുമോ. എനിക്കറിയില്ല, ഇവൻ എന്നോട് പറഞ്ഞതിന് കഴിഞ്ഞ കളിയിൽ അവൻ യെല്ലോ കാർഡ് കിട്ടുന്നു. ഇപ്പം ചുമ്മാ കയറിയിട്ട് അവൻ്റെ ആ യൂണിഫോമിന് നമ്പർ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് റഫറി അവന് യെല്ലോ കാർഡ് കൊടുത്തു. അവനും കൊടുത്തു യെല്ലോ കാർഡ്, രണ്ടുപേർക്കും കൊടുത്തു. എങ്ങനെയുണ്ട്? Hast du nicht gepfiffen? Ich will nur wissen. അടി ഏയ് അങ്ങനെ ഫ്രണ്ട്സ്, ആദ്യത്തെ കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഫറിയും ടീമും തമ്മിൽ എന്തോ വാക്ക് തർക്കം ഉണ്ടായി. റഫറി ഇറങ്ങിപ്പോയി. അങ്ങനെ കളി അവിടെ അവസാനിപ്പിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ടീമിൻ്റെ ബി ടീമിനകത്ത് പിന്നെയും ചക്കു കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ആ കളി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിയില്ല. ഭയങ്കര തണുപ്പാണ്. ഇവിടെ നിന്ന് ഒരു വിധത്തിലാണ് നമ്മളിവിടെ നിന്ന് കളി കാണുന്നത്. പക്ഷെ എങ്ങനെ അത്രയ്ക്കും തണുപ്പാണ് ഇപ്പം. അവൻ പക്ഷെ അവൻ കറക്റ്റ് അവിടെ വന്ന് നിന്നില്ലേ? അവൻ തന്നെ വീണ്ടും അടിച്ചു. അങ്ങനെ നമ്മൾ രണ്ട് കളിയും കഴിഞ്ഞു. രണ്ടാമത്തെ കളിയിൽ ചക്കുവിൻ്റെ ടീമൊക്കെ ജയിച്ചു. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം മൂവിയാണ്, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് നാളെ ഇവിടുന്ന് തിരികെ പോകേണ്ടതാണ്. തിരിച്ച് രാവിലെ ഇപ്പം 4 മണി. നമ്മൾ ആറാഴി വന്നു. അവിടുന്ന് ഒരു പെട്രോൾ ഇച്ച വില കൂടുതലാണ്. ഇവിടെ 1.72 ഇവിടെ കാണിക്കുന്നത്. നോർമലി 1.65 നമുക്ക് കിട്ടുന്ന ഇച്ചിരി വില കൂടുതൽ. ഇത് 24/7 ആയിട്ടായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് ഇറ്റലിക്ക്. ഈ അറാലിരിക്കുന്നത് റേഷണലിൻ്റെ ഡബിൾ ഡെക്ക് ഓവനും പിന്നെ ലാച്ചിമ്പാലി കോഫി മെഷീന്, മെറി ഷെഫിൻ്റെ ഒരു ഇതുവാണ്, എന്താ പറയുക, മൈക്രോവേവ്. അങ്ങനെ നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഒരു 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, 7 ഡിഗ്രി. വേണ്ട, ഇവിടുന്ന് നമ്മൾ കോഫിയെല്ലാം മേടിച്ചു. ഇപ്പോൾ വെളുപ്പിന് 4:45 സമയം. അങ്ങനെ ഞങ്ങൾ ചക്കുവിനെ തിരിച്ചു കൊണ്ടുവന്ന് പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ചക്കുവിനെ കൊണ്ട് വിട്ടിട്ട് അവൻ്റെ വീട് അകത്തോട്ട് പോയിട്ട് റൈറ്റ് സൈഡിൽ ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ബിൽഡിങ്. ഓക്കെ, അങ്ങനെ രാവിലെ ആരും ഇല്ല. നമ്മളിനിയും ത്രൂ ഔട്ട് ഒരു 500 കിലോമീറ്റർ ഡ്രൈവാണ്. നമുക്കൊരു 10-11 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ
വൈൻ ഗാർഡനിൽ നിന്ന് നേരെ കയറി അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവാണ്. നല്ല ഇരുട്ട്, രാവിലെ 5 മണി. ഇതാണ് വെളുപ്പിന് ജർമ്മനിയിലെ ഗ്രാമങ്ങളുടെ സ്ഥിതി. സൈലൻ്റാണ്, അനക്കമില്ല. നമ്മൾ പോകുന്ന ഇറ്റലിയിലോട്ടാണ്. ഒരു 2 മണിക്കൂർ, 7 മണി വരെ ഈ ഇരുട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സൂപ്പർ ക്ലൈമറ്റ്, 7 ഡിഗ്രി. പതുക്കെ ഒരു 60 കിലോമീറ്റർ ഇവിടുത്തെ സ്പീഡ്. ക്യാമറകൾ ഇവിടെ കാണും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പതുക്കെ അങ്ങനെ പോകുന്നു. ഞാൻ നടന്ന അവിടെ എനിക്ക് തോന്നുന്നു ഇത്ര വലിയൊരു ഷോപ്പ് ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോ ഓസ്ട്രിയ കയറി. അടിപൊളി. ഓസ്ട്രിയയിൽ കയറി നമ്മളിപ്പോൾ ഒരു 1.5-2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്യുക. 1.5 മണിക്കൂറായിട്ട് 5 മണിക്ക് ഇറങ്ങി 6:15. ലിച്ചൻസ്റ്റൈൻ, ലെഫ്റ്റ് സൈഡിൽ ലിച്ചൻസ്റ്റൈൻ ആയിരുന്നു. ഓസ്ട്രിയ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ കാണുന്നത് സ്വിറ്റ്സർലൻഡായി. പിന്നെ തിരികില്ലേ ഈ കാണുന്ന ആൽപ്സിന്റെ മലകളാണ് കാണുന്നത്. അപ്പോൾ ഏതാണ്ട് പകുതിയോളം ഐസ് മൂടി, ഐസായി. നേരത്തെ ഞങ്ങൾ വരുമ്പോൾ ഒട്ടും ഐസില്ലാതെ കിടന്ന സംഭവം ഇപ്പോൾ ഐസ് ആകാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഐസ് വീഴും. ഒരു 6 മാസം. നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഹൈവേ നിൽക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ആൽപ്സ് പർവ്വത നിരകളാണ്. അങ്ങനെ ഐസ് മൂടി നിൽക്കുന്നു. ഇവിടെ നിന്ന് വളരെ ക്ലിയറായിട്ട് കാണാം ആൽപ്സ്. ഇവിടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 7 ഡിഗ്രി 6 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ്. രാവിലെ ഇപ്പം 7 മണി കഴിഞ്ഞു. നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, മിലാൻ എയർപോർട്ടിലോട്ട്. ജർമ്മനി ക്രോസ് ചെയ്തു, അതിനുശേഷം ഓസ്ട്രിയ വന്നു, ഓസ്ട്രിയ ക്രോസ് ചെയ്തു, പിന്നെ ലിച്ചൻസ്റ്റൈൻ അതുവഴി ക്രോസ് ചെയ്ത് സ്വിറ്റ്സർലൻഡ്. അങ്ങനെ ഇപ്പോൾ ഇനി തിരിച്ച് പിന്നെ നമ്മൾ ഇറ്റലിയിലോട്ട് കയറും. 5 രാജ്യം ഡ്രൈവ് ചെയ്താണ് നമ്മൾ ചെല്ലുന്നത് ഇറ്റലിയിലോട്ട്. 4 രാജ്യം, ഇറ്റലി 5ാമത്തെ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ സ്പീഡാണ്. ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് സ്പീഡിൽ നമുക്ക് പോകാം ചില ഏരിയയിൽ. ഞാനിപ്പോൾ ഒരു 150-160 പോയായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് 11:30 മണിയാകുമ്പോഴത്തേക്കും വണ്ടി റിട്ടേൺ ചെയ്യണം. 3 മണിക്കത്തെ ഫ്ലൈറ്റാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ ഇപ്പോൾ റീച്ചിങ് ടൈം പറയുന്നത് 9:30 മണിയാണ്. വളരെ പതുക്കെ ഈ ഒരു സ്പീഡ് ലിമിറ്റ് വെച്ച് പോയാലും 9:30ക്ക് അവിടെ ചെല്ലാം. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ ഒരു കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അതിൻ്റെ ഒരു സൈൻ ബോർഡിന് അത് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ സൈൻ ബോർഡ് കാണിക്കുന്നിടത്ത് ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകുന്ന കേബിൾ കാറുകൾ കാണും. നമുക്ക് അതിൽ യാത്ര ചെയ്യാം. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഒരു 30 യൂറോ, 40 യൂറോ, 20 യൂറോ അപ്പ് ആൻഡ് ഡൗൺ. ഒരു 3-4 പേര് കയറുകയാണെന്നുണ്ടെങ്കിൽ 100 യൂറോ വേണം. അങ്ങ് മലയുടെ മുകളിലൊക്കെ കയറാൻ നോക്കുക. അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ പോയി കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഫ്രീ പാർക്കിംഗ് ഉള്ള ഒരു പബ്ലിക് ടോയ്ലറ്റൊക്കെ ഉള്ള ഒരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. അടിപൊളി ബാത്റൂമായിരുന്നു ഇവിടെ. സ്വിറ്റ്സർലൻഡിലുള്ള ഒരു ഹൈവേയിലുള്ള ഒരു പ്ലേസായത്. ഇടയ്ക്കൊരു പബ്ലിക് ബാത്റൂമിലൊക്കെ ഇന്ന് കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് തിരിച്ച് പിന്നെ വണ്ടി എടുത്തു. ഇവിടെ 120 കിലോമീറ്ററാണ് സ്പീഡ്. ഇതാ ഒരു ട്രെയിൻ പോകുന്നുണ്ട്, സ്വിസ് ട്രെയിൻ. ശരിക്കും കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏത് പ്ലേസിൽ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഒരു രസമുള്ള ഒരു സംഭവമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ. അനാവശ്യമായിട്ട് ഫോണടിയില്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസം ഇത്രയും 15 ദിവസം
വൺ സൈഡ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടുത്ത സൈഡ് ബസ്സിൽ അവർ തിരിച്ചു കൊണ്ടുപോകും. ഓ അങ്ങനെ ഉണ്ട്. ആ മിലാനിൽ നിന്നൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ഒരു പാക്കേജ്. ആ ശരി. നമ്മളിപ്പോൾ ഇവിടെ കൊണ്ട് കാർ ഇട്ടിട്ട് പോവാണല്ലോ, നമ്മൾ ഇവിടെ തന്നെ വരണം. ആ തിരിച്ചു വരണം, അതാണ് പ്രശ്നം. അപ്പോൾ എക്സ്പെൻസീവ് ആവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ ചുറ്റിന് ഈ മെയിൻ റോഡിൻ്റെ സൈഡ് റൈറ്റ് സൈഡിൽ കാണാൻ മൊത്തം സോളാർ വെച്ചിരിക്കുക. അത് ഫോഗാണ് ഈ പൊങ്ങുന്നത്. പോകാം. ഇതിൽ ഇവിടെ ഫാക്ടറി ഒന്നും ഇല്ല അങ്ങനെ അത്രയും പുക പോകുന്നു. ഇത് മൊത്തം സോളാറാണ്. അതായത് ഇതിന് മാക്സിമം എനർജി, നാച്ചുറൽ എനർജി അവർ 120 എടുക്കുന്നുണ്ടെന്നുള്ള 122 പോയി 25 ഇടയ്ക്കൊക്കെ ക്യാമറ ഉണ്ട്. പണ്ട് സ്വിറ്റ്സർലൻഡിൽ ഇല്ല ക്യാമറ, പക്ഷെ ഇപ്പോൾ ഉണ്ട്. ശാന്തം, പക്ഷെ അത്യാവശ്യം വണ്ടികളുണ്ട്. തിരക്കുണ്ട്. തിരക്കുണ്ട് അത്യാവശ്യം. എന്നാലും 100-100 രൂപ. നമ്മളിപ്പം പോകുന്നത് സെൻറ്റ് ബെർണാഡോ എന്ന് പറഞ്ഞ ആ ഒരു ടണൽ ക്രോസ് ചെയ്തിട്ടാണോ അതിൻ്റെ അറിയുന്നു. ഈ റോഡ് കാണിക്കുന്നത് അങ്ങനെ. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ടണലാണ്. ഒരു 10, 17, 20 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണ്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട് ആ ടണലിൽ കൂടെ. മനോഹരമായ സീനറിയാണ് നമ്മുടെ മുന്നിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊന്ന് നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടി പറയും പ്ലീസ് ഡ്രൈവ്, ഫോക്കസ് ഓൺ ഫോക്കസ് ഓൺ യുവർ ഡ്രൈവ് എന്ന്. കാര്യം അറിയാതെ കണ്ണ് ചിമ്മി പോവാം അങ്ങോട്ടൊക്കെ. കാര്യം അത്ര മനോഹരമാണ് ആ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണാൻ, അതിമനോഹരം. അപ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ട് നോക്കിപ്പോകും. പിന്നെ നോക്കാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. കാര്യം വെച്ചാൽ റോഡ് കണ്ടോ, വളരെ നാരോ റോഡാണ്. എന്നാൽ 80-100 കിലോമീറ്റർ സ്പീഡിൽ ഇതുവഴി പോവുകയും ചെയ്യാം. ഒരു ടണൽ വരുന്നുണ്ട്. അതിൽ സൂര്യപ്രകാശം വരുന്നത് മാറ്റർഹോണാണെന്ന് തോന്നുന്നു. ഏത് സ്ഥലം? മാറ്റർഹോൺ ആ വലിയൊരു പറഞ്ഞതാണ്. ഇവിടെ എന്തോ ഒരു ടൂറിസ്റ്റിക് സ്പോട്ട് ഉണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇതും കാണുമല്ലോ, കേബിൾ കാർ, അതിന് മേളിൽ കയറാൻ. ശരിയാ. ഓ അവിടെ ലൈറ്റ് അടിച്ചേ ആ പർവ്വതനിരയല്ലേ. ആ സൂര്യൻ ഇറങ്ങി ഇവിടെ ഉണ്ടൊക്കെ വരണം. കുറച്ചുകൂടെ സമയം എടുക്കും. ഒരു 8 ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെളിച്ചമാവും. ഒറ്റ ലൈനേ ഉള്ളൂ, പക്ഷെ 100 പൊക്കും. 100 പോവാം. ഇപ്പോഴത്തെ ഇടയ്ക്ക് ഒരു 2 ലൈൻ തരും, ഇടയ്ക്ക് 1 ലൈൻ തരും. 100 പോയാൽ മതി. ഒരു 20-80 ഇതുവഴി പോയാൽ മതി. ഒറ്റ സ്പീഡിൽ പോയാൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതെ, അത് മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് ചെമ്മാതെ അതിൻ്റെ വണ്ടി ഓടിക്കണം. എങ്ങോട്ടെങ്കിലും നമ്മൾ ശ്രദ്ധ മാറി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ആ വീഡിയോയിൽ വരുന്ന ആ ഒരു ബ്യൂട്ടി, ആ ഫ്രണ്ട് വ്യൂ ഒക്കെ ഒന്ന് നോക്ക്. അത് നേരിട്ട് നമ്മൾ ചില കലണ്ടർ വ്യൂ പോലുള്ള സ്ഥലങ്ങളായിരുന്നു മൊത്തം. നമ്മൾ ചില കലണ്ടറിലൊക്കെ കണ്ടിട്ടില്ല പിക്ചർ. ഇവിടെ തന്നെ നിന്നാൽ മതി. ആ ലൈൻ ഇങ്ങോട്ട് ജോയിൻ ആവും. സിംഗിൾ ലൈൻ ആവുക. കണ്ട ഇവിടെ ഒരു സിംഗിൾ ലൈൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന അതേ ലൈനിലോട്ട് മെർജ് ആവും. നല്ല രസമാണ്. ഒരു ഗ്രാമം, അവിടെ ഒരു പള്ളി, കുറേ സ്ഥലങ്ങൾ. കൃഷിയാണ് മൊത്തം ഓൾമോസ്റ്റ്. പക്ഷെ ഇവിടെ ഒക്കെ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറിയും കാണും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. ഇപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോഴല്ല റോൾസ് റോയ്സിൻ്റെ മ്യൂസിയം ഉള്ളത്. ഈ ഗ്രാമത്തിൽ ജീവിക്കേണ്ട എല്ലാ സംഭവങ്ങളും അവർക്ക് വേണ്ടത് ഭൂപ്രകൃതി, അതായത് ഈ പറഞ്ഞ മാതിരി ഈ ഫാക്ടറികൾ, ഫാക്ടറിക്ക്
നമ്മളൊരു ടണൽ അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കാണുന്നത് ആൽപ്സ് ഓൾറെഡി വന്നിട്ട് കൂടുതൽ ഐസോടുകൂടി ഈ വൃക്ഷങ്ങളെല്ലാം ഐസിൽ മൂടി നിൽക്കുന്നത്. യെസ്, ബ്യൂട്ടിഫുൾ. എനിക്ക് അത്യാവശ്യം അങ്ങോട്ട് നോക്കുക എന്ന് പറയുന്ന റിസ്ക് ആണ്, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. എനിക്ക് വീഡിയോ കൂടെ കാണാം. ബ്യൂട്ടിഫുൾ. മരങ്ങളൊക്കെ ഐസാൽ പൊതിയും. അതാണ് മേളിലാഴ്ച കണ്ടോ, ഐസാൽ ഓൾറെഡി പൊതിഞ്ഞു. ഒരു 15 ദിവസം കൊണ്ട് ഇവിടെ എല്ലാം സെറ്റ് ആവുമെന്ന് തോന്നുന്നു, ഐസ് കൊണ്ട്, ഇല്ലേ? പക്ഷെ നമ്മൾ ഇപ്രാവശ്യം വന്നപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ ഒരു 2 സീസണും കാണാൻ പറ്റി. അത്യാവശ്യം തണുപ്പ്, ഐസ് ഒക്കെ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കാണാൻ പറ്റി. ആ സൈഡ് മുഴുവൻ ഐസായി ഈ ഏരിയയിൽ. ഫോഗുണ്ട്. സ്ഥലത്തിന്റെ പേര് സ്പ്ലുജൻ. നമുക്ക് നേരെയാണ്. ഓക്കെ, സ്പ്ലുജൻ എന്നാണ്. പുറകിൽ വണ്ടികളൊന്നും ഇല്ല. അല്ല, എക്സിറ്റ് വരുന്നുണ്ട്, അത് എടുക്കണ്ട, നേരെ സിംഗിൾ ലൈനാണ്. നമുക്കൊരു 250 മീറ്ററിലൊരു ലെഫ്റ്റ് ഉണ്ട്. വാവ്, യൂറോപ്പിൽ വന്നിട്ട് ഐസ് കണ്ടില്ല എന്നുള്ള ഒരു പ്രശ്നം വേണ്ടതേ കണ്ടു. പക്ഷെ തുടക്കമാണ്, ഇനിയാണ് അങ്ങോട്ട് ഐസ് മഴ പെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സൂറിക്കില് ഐസ് മഴ പെയ്തായിരുന്നു. സ്നോ പെയ്തായിരുന്നു നമ്മളുള്ളപ്പോ തന്നെ. ലുജൻ എന്ന് പറയുന്ന സ്ഥലം വന്നപ്പോഴത്തേക്കും തറയിലൊക്കെ ഐസായി മൊത്തം. ഇപ്പൊ ഇവിടെ 0 ഡിഗ്രിയാണ് കാണിക്കുന്നത്. 0 ഡിഗ്രി. ഓർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം സ്വിറ്റ്സർലൻഡിൽ വരുമ്പോഴത്തേക്കും ചക്കുരാവിലൊക്കെ ആദ്യമായിട്ട് ഐസിങ് ചാടി വഴിയിലിറങ്ങി കിടന്ന്. അതിന് മേലൊരു ഇത് കണ്ടോ, കാണാം. ആ മലയുടെ ഏറ്റവും മേലെ അതിപ്പോ മൂടി. ഐസില് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറെ കൂടെ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ സ്ലിപ്പറി ആയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡൊക്കെ മൊത്തം ഐസായി. ഓ, ഇവിടെയൊക്കെ മൊത്തം ഐസായി. മേൽക്കൂരൊക്കെ ഐസായി. വേറെ ലെവൽ. വാവ്. ഇതുവരെ നമ്മൾ കണ്ട യൂറോപ്പ് അല്ല ഇപ്പൊ കാണുന്നത്. അതിന്റെ വേറൊരു മുഖം. അതിന് മേളിൽ കൂടെ ഒരു കാറ് പോകുന്നുണ്ടോ? ഒരു ട്രെയിൻ ഇത് കാറാ. ഇതിന്റെ ഇടയിൽ കൂടെ മറ്റേ ട്രെയിൻ പോകുന്നത്. സാൻ ബെർണാർഡിനോ എന്ന് പറയുന്ന ആ ഒരു വലിയ ടണലുള്ള റൂട്ട് തന്നെ ഇത്. നമുക്ക് ആ ടണല് കിട്ടുമെന്നാണ് വിശ്വാസം. 18 കിലോമീറ്റർ പിന്നെ ടണലാ. പക്ഷെ വണ്ടി ഓടിക്കുന്നവർക്ക് രസമാണ്. എനിക്ക് ഇഷ്ടമാണ് ടണലിനകത്തൂടെ വണ്ടി ഓടിക്കാൻ. അടിപൊളിയല്ലേ ടണലിൽ കൂടെ വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഗ്രാമങ്ങളെല്ലാം മഞ്ഞിൽ മൂടിയിരിക്കുന്നു ഗൈസ്. 0 ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി അത് മൈനസിലോട്ട് പോവായിരിക്കും. ഒരു ക്യാമറ ഉണ്ട് ഗൈസ്. 80-ലാണ്. അതൊക്കെ പോയില്ലെങ്കിൽ കണ്ടോ ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. ലുഗാനോ 92 കിലോമീറ്റർ. ലുഗാനോ എന്ന് പറയുന്നത് ഇറ്റലിയുടെയും സ്വിറ്റ്സർലൻഡിന്റെ ഏതാണ്ടൊരു ബോർഡറായിട്ട് വരും ലുഗാനോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അത്. നമ്മളുടെ ആ ഷെഡ്യൂൾ പ്രകാരം കുഴപ്പമില്ലാത്ത ടൈമിംഗ് ആണ്. പ്രശ്നങ്ങളില്ല. കറക്റ്റ് ടൈമിൽ നമുക്കൊന്ന് എത്താം. ഇടയ്ക്ക് ട്രാഫിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരാതിരുന്നാൽ മതി. ഈ മഞ്ഞും ഒക്കെ വരുമ്പോഴത്തേക്കും ചില സമയത്ത് ആക്സിഡന്റ് അല്ല എന്തെങ്കിലുമൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് ഇവിടെ സാധാരണ. ഒരിക്കൽ നമ്മൾ ആ ലുഗാനയുടെ അവിടെ 2-3 മണിക്കൂർ സ്റ്റക്കായി പോയി. അന്ന് നമുക്ക് ഫ്ലൈറ്റിന് സമയം ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലേ പെട്ടുപോകും. ആ ഒരു റിസ്ക് അല്ലാതെ വേറൊന്നുമില്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെയൊക്കെ നമുക്ക് സ്റ്റേക്ക് ഉള്ള വകുപ്പുണ്ട്.
ഇവിടെ ഒരു പബ്ലിക് പാർക്കിംഗ് കണ്ടിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഒന്ന് നിർത്തി. ഞാൻ ഇവിടുത്തെ ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് പോയി. ഇവിടുത്തെ ആൾക്കാർ കണ്ടോ ഇതിനകത്തൊക്കെ ഉപ്പിടുവാണ് കണ്ടോ, ഐസ് പോകാൻ. ഇവിടെ ആൾക്കാർ നടന്നു വരുമ്പോഴേ ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമാണ്. ഷവറും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ തെന്നി വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ആരും ഇല്ല, പക്ഷെ എങ്കിലും ആ സർവീസ് ചെയ്യുന്നുണ്ട് ഇവിടെ. വളരെ ശ്രദ്ധിച്ച് നടന്നിരുന്നുണ്ട് തെന്നും. സ്വിറ്റ്സർലൻഡിലെ ആൾക്കാർ തന്നെ ഇറങ്ങിയിട്ട കാര്യം ഇവിടെ ഇപ്പം ചില ഭാഗങ്ങളിലേ ഈ ഐസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ സൂറിക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കുന്ന ഭാഗങ്ങളിലൊന്നും ഐസ് ആയിട്ടില്ല. ഓഫ് തെന്നുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് കാണാം, ഇവിടുന്ന് വിടുവാണ്. ഒരു അരുവിയല്ല ഇങ്ങനെ പറയുന്നത്, ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ സ്ട്രീമുണ്ട്. അവിടെ ഒരു ബാർ വെച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു പോലീസുകാര് ഇതാ ആ പാസ് 6-7 കിലോമീറ്റർ സാൻ ബെർണാർഡിനോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴുള്ള താനല്ലായിരുന്നു 17. അത് എന്തുവായിരുന്നോ അതിന്? അല്ല, വേറെ എന്തോ ഉണ്ടായിരുന്നു. അത് കാരണം ഇത് പറയുന്നുണ്ട്. കാണുന്നതാണ് നമ്മുടെ ബെർണാഡിയോ പാസ്. ആ മേളിൽ കൂടെ, നമ്മുടെ ഈ മലയുടെ മേളിൽ കൂടെ അതിൻ്റെ പാസ് പോകുന്നത്. നമ്മൾ ക്രോസ് ചെയ്ത് പോവാണ് ഈ ഒരു ടണൽ. അതുകൊണ്ട് സമയലാഭമുണ്ട്. മിലാനോ, ലുഗാനോ. നമ്മുടെ ലക്ഷ്യം മിലാനോയാണ്. കിണ്ടിയ സൂര്യപ്രകാശമായിരുന്നു. മുഖത്തോടെ അങ്ങോട്ട് അടിച്ചിട്ട് അൾട്രാവയലറ്റ് രശ്മി അടിക്കുന്നവരുണ്ടായിരുന്നു. ഇതാ പോകുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം ഇങ്ങനെ അടിക്കടിയാണ് നോർമൽ പോകുന്നത് അല്ലേ? അവിടെ മുക്കിനും മൂലയ്ക്കും എല്ലാം വെള്ളച്ചാട്ടം. നമ്മൾ ബെർണാഡിനോ പാസ് ആ ഒരു ടണലെല്ലാം കഴിഞ്ഞ് പിന്നെ വേറൊരു ടണലിൽ കയറി. അതുകൊണ്ടാണ് 2-2.5 കിലോമീറ്റർ നീളം. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഇറക്കം, കുത്തനെയുള്ള ഇറക്കം. നമ്മുടെ വയനാട് ചുരം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഒരു സംഭവത്തിൽ കൂടെ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. 100 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ. പക്ഷേ സൂക്ഷിച്ച് തന്നെ വേണം പോകാൻ. നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ലുഗാനോ. ബോർഡ് ഇവിടെ കാണാം, ലുഗാനോ ലുഗാനോ എന്നെല്ലായിടത്തും. ഇത് നമ്മൾ പോകേണ്ട റോഡാണോ? അല്ല, എക്സിറ്റ് മറ്റേ ഇറ്റാലിയനിലോട്ട് മാറിയത് യുസിറ്റ. യുസിറ്റ അല്ലേ? നേരത്തെ എന്തായിരുന്നു? എക്സിറ്റ് എന്ന് പറയുന്നത് ജർമ്മൻ ഔസ്ഫാർട്ട്. ഇപ്പൊ ഇറ്റാലിയൻ അതിൽ തന്നെ യുസിറ്റയോ? യുസിറ്റ. നമ്മൾ ഇറ്റലി കയറിയോ? ഇല്ല, അതൊരു ഇറ്റാലിയൻ ആ ഒരു ഇതിലോട്ട് വന്നു. റീജിയൻ അതിന്റെ ഇപ്പൊ ഇവിടെ സ്വിസ് ഇറ്റാലിയൻ റീജിയൻ ആയിരിക്കും അല്ലേ? സ്വിസ്സിന് അങ്ങനെ ഒരു ഇതുണ്ട്. സ്വിസ്സിന്റെ ആ ഒരു ബോർഡർ ലൈൻ വരുമ്പം ഓരോ രാജ്യത്തിന്റെ അനുസരിച്ച് സംഭവങ്ങൾക്ക് മാറ്റം വരും. സ്വിസ് ഇറ്റാലിയൻ, സ്വിസ്. എനിക്ക് ഇറ്റലി ഫ്രഞ്ചും ഒക്കെ ആയിരിക്കും ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ജർമ്മൻ ആയിരിക്കത്തില്ല. പക്ഷെ സ്വിറ്റ്സർലൻഡ് തന്നെയാണ്. വഴി നടക്കുന്നുണ്ടോ? വളഞ്ഞ് കയറി വരണം. വളവും തിരിവോ. നമ്മളങ്ങനെ ആ ഒരു കുന്നെല്ലാം ഇറങ്ങി താഴെ എത്തി. ഓൾമോസ്റ്റ് -2 വരെ വന്ന ടെമ്പറേച്ചർ ഇപ്പം 7-8 ഡിഗ്രിയിലോട്ട് വന്നു. 9 ഡിഗ്രിയിലോട്ട് വന്നു. മൊത്തത്തിൽ ഇറങ്ങി താഴെ. ഇനി താഴെ നിന്നുള്ള ഡ്രൈവ്. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന മലയുടെ ആ ഒരു പൊക്കത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെയൊക്കെ ഒരു ഇറ്റാലിയൻ ലുക്കാണ്. ഇറ്റാലിയൻ ചൊവ്വയാണ് ആ ബോർഡിലൊക്കെ എഴുതിയിരിക്കുന്ന ഭാഷയ്ക്ക്.
ലിച്ചൻസ്റ്റൈൻ ഉണ്ട്. ഇതൊരു ലോക്ക്ഡ് കൺട്രിയാണ്, പല രാജ്യങ്ങളുടെ അകത്ത് ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും പറയാൻ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് സ്വിറ്റ്സർലൻഡിൽ. ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് സ്വിറ്റ്സർലൻഡിൽ. അറ്റാക്ക് ചെയ്യാൻ പാടെന്ന് പറയുന്നത് ഈ ആൾസ് അങ്ങനെ കിടക്കും ഇവിടെ ചുറ്റി. സമയം 8:25. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എയർപോർട്ട് വരെ അങ്ങനെ അങ്ങ് പൊക്കോളും. ഇടയ്ക്ക് 2 ഇറങ്ങി, ഇപ്പം തന്നെ ഒരു അരമണിക്കൂർ പോയി. അരമണിക്കൂറല്ല 3/4 മണിക്കൂർ പോയി. ആണോ? കാരണം കണ്ണൻ ഇറങ്ങിയാൽ തിരിച്ചു വരത്തില്ല. ഞാൻ അങ്ങനെ അവിടെ ഒക്കെ കറങ്ങി നിന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടം. ഓ നൈസ് വെള്ളച്ചാട്ടം. ഈ റൈറ്റ് സൈഡിൽ കാണാം, ഫ്രണ്ടിൽ നോക്കിയാലും കാണാം. വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാതെ തണുപ്പായിരിക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? എൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ മലയൊക്കെ തുറന്നിട്ടുള്ള ക്വാറികളും അതും ഇതുമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല, അത്രയും മനോഹരമായിട്ടാണ് അവർ ആ ക്വാറിയൊക്കെ പാറയൊക്കെ പൊട്ടിക്കുന്നതൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴിയിൽ. കണ്ടു കഴിഞ്ഞാൽ തോന്നത്തേ ഇല്ല പാറ പൊട്ടിച്ച സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു പറ്റം പശുക്കൂട്ടങ്ങൾ ആ സൈഡിൽ, സ്വിസ് ബ്രൗൺ ടൈപ്പ് പശുക്കൾ. അതിൻ്റെ മണിയൊക്കെ അടിച്ചുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ എവിടെ വെച്ചിട്ട് ഇന്റർലേക്കിന് വെച്ചല്ലേ കണ്ടിരിക്കുന്നത്. നമ്മളെ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റലിയുടെ ബോർഡർ ആവാറായി. അത് തന്നെ ഇറ്റലിയുടെ ബോർഡറൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടോ പ്രകൃതിയുടെ ആ ഒരു നരപ്പനായിപ്പോയി ഇവിടെ. ഇല്ലേ? ശരിക്കും അറിയാൻ പറ്റും. ആ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനിയുടെ ലുക്കേ അല്ല ഇറ്റലി ബോർഡറിലോട്ട് വരുമ്പോൾ. ചിലയിടത്തൊക്കെ മുട്ടക്കുന്നുകൾ ഒത്തിരി കാണാം, ഒരു വൃക്ഷവും കാര്യങ്ങളും ഇല്ലാത്ത പേരിലൊക്കെ മുട്ടയടിച്ച് കിടക്കുന്നത്. പിന്നെ അതൊക്കെ ഐസാകാനുള്ളതാണ്. എന്നാലും പിന്നെ കളർഫുൾ ലുക്കൊക്കെ ഒന്ന് മാറി. പിന്നെ എന്നാലും ഭംഗിയാണ് കാണാൻ. ബട്ട് സ്വിറ്റ്സർലൻഡിൻ്റെ ഓസ്ട്രിയയുടെ ആ ഭംഗി കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെന്തോ നരച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഓടിച്ച് നമ്മൾ ലുഗാനോയിൽ ഓൾമോസ്റ്റ് എത്തി. ഇല്ലേ? നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാമായിരുന്നു ലുഗാനോയിലെ ഒരു തടാകം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ടണൽ വന്നു, പിന്നെ റെയിൽവേ വന്നു. അതിനെയും അവിടെ എല്ലാം ബോർഡർ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ലുഗാനോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടുന്ന് നിന്ന് എത്ര കിലോമീറ്റർ ആയിരിക്കും? 57 കിലോമീറ്റർ എയർപോർട്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഇറ്റലിയിലെ ആ ഒരു ബോർഡറിലാണ്. ഇപ്പോഴും സ്വിറ്റ്സർലൻഡിലാണ് നമ്മളെ ലുഗാനോ എന്ന് പറയുന്നത്. ഈ ബ്രാൻഡ് ഔട്ട്ലെറ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വീഡിയോ എടുത്തിട്ടുണ്ട്. അത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫോക്സ് ടൗൺ ക്രോസ് ചെയ്തു. ഇത് സ്വിറ്റ്സർലൻഡ് ബോർഡറാണ്. ഇവിടെ ഇനി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരും. ചിയാസോ കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയായി. നമ്മളങ്ങനെ കോമോ എല്ലാം പാസ് ചെയ്തിട്ട് തിരികെ നമ്മൾ ഇറ്റലിയിലോട്ട് മിലാനിലോട്ട് കയറുന്ന ആ ഒരു ടോൾ പ്ലാസയിലെത്തി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന അവർക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ കൺഫ്യൂഷനാണ്. സംഭവം അത് ഓണാകുന്നില്ല. 2.5 യൂറോ എന്തോ ഇടണം. അവർ 10 പൈസ പറഞ്ഞാൽ അത് പൊങ്ങത്തില്ല. ഇതാ ഇപ്പോൾ ഓക്കെ ആയി. ഇവർ നമ്മളോട് വന്ന് ചോദിച്ചു. അത് കഴിഞ്ഞാൽ ഞാൻ 2.5 യൂറോ ഇടാൻ. ഫൈനലി നമ്മൾ എയർപോർട്ടിൻ്റെ പാർക്കിങ്ങിലെത്തി. ഇതാണ് നമ്മൾ എടുത്ത സിസിലി ബൈ കാർ. ഇതിലായിരുന്നു നമ്മൾ വണ്ടി എടുത്തത്. ഇവിടെ കൊണ്ട് വണ്ടി റിട്ടേൺ ചെയ്തു. വണ്ടി നമ്മൾ ഇവിടെ തന്നെ വെച്ച് ക്ലീനാക്കി നീറ്റാക്കി പെർഫെക്റ്റ് ആക്കിയാണ് കൊടുത്തത്. ആക്ച്വലി അവർ പറഞ്ഞ് ഞങ്ങൾ തന്നെ ക്ലീൻ ആയിക്കോളാം, ഡോണ്ട് വറി. പക്ഷേ അവർ നമ്മളെ വന്നിട്ട് താങ്ക് യു സോ മച്ച് പറഞ്ഞു. നിങ്ങളിങ്ങനെ ക്ലീൻ ആക്കി തരുന്നത് വളരെ റെയർ ക്ലയൻസാണ് അങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ഒക്കെ അവർ പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് പേപ്പറിലെല്ലാം സൈൻ ചെയ്തു. നമ്മൾ റീഫണ്ട് വന്നോളൂ എന്ന് പറഞ്ഞു. വേറെ കാറിന് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് നമ്മളിവിടുന്ന് മൂവ് ചെയ്യുവാണ്. ഇത് നമുക്ക് വണ്ടിയിലത്തെ വെക്കാം.
3:10. നമ്മളപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ ഡിപ്പാർച്ചറിലോട്ട് പോവാണ്. നമ്മളങ്ങനെ നമ്മുടെ ഖത്തർ എയർവേസിൻ്റെ കൗണ്ടറിലെത്തി. മൊത്തം ചൈനീസുകളാണ് നിൽക്കുന്നത്, മൊത്തം നമ്മുടെ ഫ്രണ്ടിൽ. ട്രാൻസിറ്റ് ആയിരിക്കും അവർ. നമുക്ക് ടൈമുണ്ട്, 3 മണിക്കല്ലേ ഫ്ലൈറ്റ്. ഇപ്പോൾ 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സമയമുണ്ട്. 12, 1, 2, 3, 4 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് മിലാൻ ടു റിയാദ് ട്രിപ്പ് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.